നമസ്കാരം. കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് പോകുന്ന വളരെയധികം തിരക്കേറിയ ഒരു ട്രെയിനിലാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. തമിഴ്നാട്ടിലെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2:45 കൊൽക്കത്തയിലെ ഷാലിമാറിലേക്ക് പോകുന്ന ഗുരുദേവ് എക്സ്പ്രസിനാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഞങ്ങളിപ്പോ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ അവസാന റെയിൽവേ സ്റ്റേഷനായ കന്യാകുമാരിയിലാണ് ഉള്ളത്. ഇനിയിപ്പോ ഇവിടുന്ന് നാഗർകോവിലേക്ക് പോകണം. അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇത് എല്ലാ ദിവസവും രാവിലെ KSR ബംഗളൂരുവിലേക്ക് പോകുന്ന ഐലൻഡ് എക്സ്പ്രസ് ആണ്. കന്യാകുമാരി രാമേശ്വരം എക്സ്പ്രസ് ആണ് ഈ കാണുന്നത്. ഞങ്ങളിതാ ഈ കാണുന്ന അണ്ടർസേർവിലാണ് കയറുന്നത്. കാരണം ഇതിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറിയത് ആ ഒരു പുറകു ഭാഗത്താണ്. ഇവിടെ ആരും തന്നെ വന്നിട്ടില്ല. അങ്ങനെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് 10:10 തന്നെ ഇതാ ട്രെയിൻ എടുത്തു. ഈ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് നാഗർകോവിൽ ജംഗ്ഷൻ തന്നെയാണ്. പിന്നെ ഇവിടുന്ന് ട്രെയിൻ എടുത്ത ഈ സമയത്ത് അൺറിസേർവിലത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ശരിക്കും ഇതിന് തിരക്കൊക്കെ വരണമെങ്കിൽ തിരുവനന്തപുരം കഴിയണം. എറണാകുളമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും കാല് കുത്താൻ പോലുള്ള സ്ഥലം ഉണ്ടാവില്ല. അത്രയും തിരക്കേറിയ ഒരു ട്രെയിനാണല്ലോ ഇത്. ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഓട്ടോ സ്റ്റാൻഡൊക്കെ വരുന്നത്. കന്യാകുമാരിയിലേക്കുള്ള ബസ്സൊക്കെ നമുക്കിതാ ഇവിടുന്ന് തന്നെ കിട്ടും. ഇതുപോലെയുള്ള ബസ്സുകളൊക്കെ തന്നെയാണ് കൂടുതലും കന്യാകുമാരിയിലൊക്കെ ഉണ്ടാവുക. പിന്നെ ഇവിടെ നേരെ വേറെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് മാറിക്കയറേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടി. ഏകദേശം ഒരു 4 മണിക്കൂറോളം നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വണ്ടി എന്നൊക്കെ നോക്കാം. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ തന്നെ പെയ്ഡ് AC വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്. അതായത് 1 മണിക്കൂർ നേരത്തേക്ക് 30 രൂപയാണ്. നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷന്റെ കോഡ് NCJ എന്നാണ്. ഇവിടെ ആകെ 5 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ഉണ്ട്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നാഗർകോവിൽ താമ്പരം അന്ത്യോദയ. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും നമുക്ക് പോകാനുള്ള വണ്ടി എന്തായാലും വരിക. പിന്നെ ഇവിടെ യാർഡില് ഈ കാണുന്ന വണ്ടിയില്ലേ, ഇത് കന്യാകുമാരി ദിബ്രുഗഡ് വിവേകാണ്. ഈ കാണുന്ന വണ്ടിയാണ് നാഗർകോവിൽ ഷാലിമാർ ഗുരുദേവ് എക്സ്പ്രസ്. അതിനിപ്പം ഷണ്ടിങ്ങിന് വേണ്ടിയിട്ട് പോകും. പിന്നെ അങ്ങ് ദൂരെയായി മറ്റൊരു വണ്ടി കൂടിയുണ്ട്. അതായത് നാഗർകോവിൽ മംഗളൂരു ജംഗ്ഷൻ അമൃത് ഭാരത്. ഈ കന്യാകുമാരിയിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ ക്ലീനിങ്ങും മെയിൻ്റനൻസ് ഒക്കെ നാഗർകോവിൽ വന്നിട്ടാണ്. അതായത് വിവേക് എക്സ്പ്രസ് ആയാലും ഹിമസാഗർ എക്സ്പ്രസ് ഒക്കെ ആൾക്കാരെ കന്യാകുമാരി ഇറക്കിയ ശേഷം ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടുന്ന് അതിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും കന്യാകുമാരിയിലേക്ക് പോവുക. സമയം 2:30 ഇതുവരെയായിട്ടും വണ്ടി ഷണ്ടിങ് ചെയ്ത് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടില്ല. എന്താ റീസൺ എന്നറിയില്ല. എന്തായാലും വണ്ടി ഇനിയിപ്പം ഡിലേ ആവാനുള്ള സാധ്യതയുണ്ടാവും. അങ്ങനെ അതും സംഭവിച്ചു. ഇന്ന് നമ്മുടെ വണ്ടി റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് 1 മണിക്കൂർ. അതായത് എനിക്ക് തോന്നുന്നു വണ്ടിക്ക് എന്തോ പറ്റിയെന്ന് തോന്നല്ലേ. അങ്ങോട്ട് ഷണ്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ട് വരുന്നേ ഇല്ല. ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. 3:45 മാത്രമേ വണ്ടി ഇവിടുന്ന് പുറപ്പെടുള്ളൂ. ഇന്ന് പോകാനുള്ള ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് ഇതാണ്. റോയാപുരം ലോക്കോ ഷെഡിന്റെ WP7 ആണ്. ഇത് വിശാഖപട്ടണം വരെ മാത്രമാണ് ഉണ്ടാവുക. അവിടുന്ന് ലോക്കോ റിവേഴ്സൽ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ലോക്കോ പൈലറ്റാണ് ഇതാ അവിടെ കയറുന്നത്. ലോക്കോമോട്ടീവൊക്കെ നേരത്തെ തന്നെ ഇവിടെ വന്നു. പക്ഷേ ട്രെയിൻ വന്നിട്ടില്ല. ഇപ്പോൾ 3 മണിയായി. ഇനി എത്ര മണിക്കാണ് ഇവിടെ വരിക എന്നൊക്കെ നമുക്ക് നോക്കാം. സമയം 3:05 ഇപ്പോഴാണ് നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് ഷണ്ടിങ് ചെയ്ത് വരുന്നത്. ട്രെയിൻ നമ്പർ 126-59 നാഗർകോവിൽ ജംഗ്ഷൻ ഷാലിമാർ ഗുരുദേവ് എക്സ്പ്രസ്. ഇതിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുവാണെങ്കിൽ 4 അൺറിസേർവ്ഡ് കോച്ചുകളാണ് ആകെ ഉള്ളത്. 2 മുന്നിലും 2 പുറകിലും. 8 സ്ലീപ്പർ ക്ലാസ്, 6 തേർഡ് AC, 1 സെക്കൻഡ് AC. അങ്ങനെയാണ്. ഞങ്ങൾ ഇന്ന് കൊൽക്കത്ത വരെ യാത്ര ചെയ്യുന്ന കോച്ച് തേർഡ് ACയിൽ B4 2024 നിർമ്മിച്ച തേർഡ് ACയിലെ B4 കോച്ചിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. 43-ഉം 46-ഉമാണ് ഞങ്ങളുടെ ബർത്തുകൾ. 46 ഇതാ അപ്പർ ബർത്ത്, 43 ഇതാ മറ്റൊരു അപ്പർ ബർത്ത്. ഞങ്ങൾ പ്രിഫറൻസ് കൊടുത്തെടുത്ത 2 സീറ്റുകളൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ വൃത്തിയൊക്കെ ഓക്കെയാണ്. നല്ല കോച്ച് തന്നെയാണ് എന്തായാലും കിട്ടിയത്. അപ്പർ ബർത്തിൽ കയറി ഉടനെ തന്നെ ഞങ്ങളുടെ 2 പേരുടെയും ബാഗ് ഇതാ ഇവിടെ കെട്ടി സെറ്റാക്കുവാണേ. നവി അവിടെ ആ ഒരു ബാഗ് കെട്ടി വെക്കുന്ന ആ ഒരു പരിപാടിയിലാണ്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 2 മാസം മുന്നെയാണ്. ഇപ്പൊ നമുക്ക് ട്രെയിനിലൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാൻ പറ്റുക 60 ദിവസം മുന്നേ വരെയാണ്. കറക്റ്റ് 8 മണിക്കാണ്
ബുക്കിംഗ് ഓപ്പൺ ആവുക. 8:05 ആകുമ്പോഴേ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. 8:10 ആകുമ്പോഴേ വണ്ടി RIC ആയി. 8:15 ആകുമ്പോഴേ വണ്ടി വെയിറ്റ് ചെയ്യുന്നത്. വീഡിയോന്റെ തുടക്കഭാഗത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ, നമ്മുടെ കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് ഏറ്റവും തിരക്കേറിയ ഒരു വണ്ടി കൂടിയാണ് ഈ ഗുരുദേവ് എന്ന് പറഞ്ഞത്. കാരണം തന്നെ ഇതിന്റെ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ 100ന്റെ മേലാണ് വെയിറ്റ് ലിസ്റ്റ് വരിക. സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് തേർഡ് AC വരിക. ഇവിടുന്ന് നാഗർകോവിൽ നിന്ന് ഷാലിമാർ വരെ തേർഡ് ACയിൽ നിങ്ങൾക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 2425 രൂപയാണ്. അങ്ങനെ 1 മണിക്കൂർ വൈകി ഇതാ നാഗർകോവിൽ ജംഗ്ഷന്ന് ഷാലിമാർ ഗുരുദേവ് എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. നാഗർകോവിലിനും ഷാലിമാറിനും ഇടയിൽ ഈ ട്രെയിനാകെ 42 സ്റ്റോപ്പുകളാണുള്ളത്. ഇത് 3:50 ചെന്നൈയിലെ താമ്പരത്തേക്ക് പോകുന്ന അന്ത്യോദയ. ഇതിപ്പോൾ പുറപ്പെടാനായി. നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് തിരുവനന്തപുരം സെൻട്രൽ. ഈ ഭാഗത്ത് മുഴുവനും കൃഷിയാണ്, നെല്ലാണിത്. അതിൻ്റെ പുറകിലായി വലിയ വലിയ മലനിരകളെ കാണാം. നാഗർകോവിൽ ഭാഗത്തുനിന്ന് തിരുനെൽവേലി ഭാഗത്തേക്ക് പോകുന്ന റൂട്ട് അടിപൊളിയാണ്. ഒരുപാട് വിൻഡ് മിൽസ് ഒക്കെ കാണാം. ട്രെയിൻ ഇപ്പോൾ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു വണ്ടി വരാനുണ്ട്. ഇവിടെ B3 കോച്ചിൽ നാഗർകോവിൽ ഷാലിമാർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ബോർഡൊക്കെ കാണാം. ഇത് ഹംസഫറിൻ്റെ ഒരു ലിവറിയാണ്. പിന്നെ ഈ നാഗർകോവിൽ ടൗണിലെ ഈ സ്റ്റേഷന്ന് ദേ ഇങ്ങോട്ട് കാണുന്ന ഒരു കാഴ്ച കണ്ട, നമ്മൾ നേരത്തെ ട്രെയിനിൽ വരുമ്പോൾ കണ്ട ഒരു വലിയ വലിയ മലനിരകളില്ലേ, അത് തന്നെയാണ് ഇവിടെ. തിരുവനന്തപുരം നോർത്ത് നാഗർകോവിൽ ജംഗ്ഷൻ പാസഞ്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഒരു LHB പാസഞ്ചർ. ഇത് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. ശേഷാദ്രി എക്സ്പ്രസ് ഒക്കെ ആയിട്ട് പോകുന്നത് ഇത് തന്നെയാണ്. ഇപ്പം നിലവിൽ ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സും അൺറിസർവ്ഡും ഓപ്പൺ ആയിരിക്കും. AC-കളൊക്കെ ലോക്കായിരിക്കും. നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നുള്ള സിഗ്നൽ കിട്ടും. 2024 മെയ്ഡ് കോച്ചായതുകൊണ്ട് തന്നെ ഒരുപാട് ചാർജിങ് പോയിന്റുകളുണ്ട്. ഇവിടെ തന്നെ 2 ഉണ്ട്, ഇതാ അവിടെയും 2 ഉണ്ട്. ഈ ലോവർ ബർത്തിന്റെ ഭാഗത്തേക്കൊന്ന് അവിടെ ഒന്നുണ്ട്, ഇതാ ഈ ഭാഗത്തേക്കുണ്ട്. ട്രെയിൻ ഇപ്പോൾ ഇരണിയൽ സ്റ്റേഷനിലെത്തിയേ. ഈ ഒരു ലൈനില്ലേ, ഇത് സിംഗിൾ ലൈനാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ വരാനുണ്ട്. അതായത് ജാംനഗറിൽ നിന്ന് തിരുനെൽവേലിയിലേക്കുള്ള എക്സ്പ്രസ് ഈ ഒരു സ്റ്റേഷനിലേക്ക് 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ജാംനഗർ തിരുനെൽവേലി ഇതാ കടന്നു വരികയാണ്. ഈ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് പോയപ്പോൾ ഒരു കത്തിക്കരിഞ്ഞ മണം. കേരളത്തിൽ നിന്ന് ഗുജറാത്തിലേക്കും ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്കും വരാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണിത്. ഞങ്ങൾ ഈ ട്രെയിനിൽ മുഴുവൻ യാത്ര വന്നിട്ടുണ്ട്. അതായത് ജാംനഗറിൽ നിന്ന് തിരുനെൽവേലി വരെ സ്ലീപ്പർ ക്ലാസ്സിലായിരുന്നു വന്നത്. അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ കാണാം. ഇത് കൊല്ലം ചെന്നൈ എഗ്മോർ അനന്തപുരി. കേരളത്തിലെ തെക്കേറ്റത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണിത്. ഈ അനന്തപുരിയിൽ ഞങ്ങൾ ഇതുവരെ യാത്ര പോയിട്ടില്ല. എന്തായാലും ഒരു തവണ പോകാൻ നോക്കാം. മെയിൻ റീസൺ ഇതിലൊന്നും ടിക്കറ്റ് കിട്ടാനില്ല, അതാണ്. ഒരു ഹെവി റഷ് വണ്ടി തന്നെയാണത്.
കേരളത്തിൽ നിന്ന് നമ്മൾ ബംഗാളിലേക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ തിരിച്ച് ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് നോക്കുന്ന സമയത്തും എന്നും വെയിറ്റ് ലിസ്റ്റ് ആണല്ലോ. എന്ന് നോക്കുന്ന സമയത്തും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ തന്നെ കൺഫേം ആവാൻ ഇടവരാറില്ല. അതിന് മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗാളിൽ നിന്നായാലും അതിൻ്റെ സമീപ പ്രദേശത്തു നിന്നൊക്കെ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് പണിക്ക് വരുന്നുണ്ട്. അവർ കൂട്ടത്തോടെ ബുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക, നമുക്ക് ഈ ട്രെയിനിലൊക്കെ എന്നും തിരക്ക്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൊൽക്കത്തയിലേക്ക് 4 ട്രെയിനുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഗുരുദേവ്, എല്ലാ ഞായറാഴ്ചയും നാഗർകോവിൽ നിന്ന് നേരെ ഷാലിമാർക്ക് പോകുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വണ്ടി ഏതാണെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന്, അതായത് ശനിയാഴ്ചയും വ്യാഴാഴ്ചയും ഷാലിമാർക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടി കൂടി ഉണ്ട്. ഈ 2 വണ്ടികളില്ലേ, 2 വണ്ടികൾ ഏകദേശം സെയിം ടൈമാണെന്ന് തന്നെ പറയാം. പിന്നെ മൂന്നാമത്തെ വണ്ടി ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മംഗളൂരു സെൻറ്ററിൽ നിന്ന് ആഴ്ചയിൽ 1 കിലോ മാത്രമേ ഉള്ളൂ ശനിയാഴ്ച സാന്ദ്രഗാച്ചിയിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ്. ഈ സാന്ദ്രഗാച്ചിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ കൊൽക്കത്തയിലത്തെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് സാന്ദ്രഗാച്ചി. പിന്നെ 4മത്തെ വണ്ടി ഏതാണെന്ന് പറഞ്ഞാൽ ഒരു അൺഡിസേർഡ് വണ്ടിയാണ്. ആ വണ്ടി ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഹൗറയിലേക്ക് പോകുന്ന അന്ത്യോദയാണ്. അന്ത്യോദയ എന്ന് പറയുമ്പോൾ മൊത്തം അൺഡിസേർഡ് ആയിട്ട് നമുക്ക് റിസർവേഷൻ സൗകര്യമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല, ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ ബാക്കി വരുന്ന 2 ട്രെയിനുകൾ കൂടി ഉണ്ട്. ഈ പറഞ്ഞ ട്രെയിനൊക്കെ ഡയറക്റ്റായിട്ട് കൊൽക്കത്തയിൽ പോകുന്ന വണ്ടിയാണ്. പിന്നെ 2 ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് പോകുന്ന ഒരു വിവേക് ഉണ്ട്. ആ വിവേകം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിരിച്ചറിലേക്ക് പോകുന്ന അർണോയ് ഉണ്ട്. തിരുവനന്തപുരം സെൻറ്ററിൽ നിന്നാണ് അർണോയ് പുറപ്പെടുന്നത്. ആഴ്ചയിൽ 1 കിലോ ഉള്ളൂ, അതായത് ചൊവ്വാഴ്ച മാത്രം. ആ 2 വണ്ടികളും കയറിയിട്ടുണ്ടെങ്കിൽ കൊൽക്കത്തേൻ്റെ സമീപ പ്രദേശമായ, അതായത് ഡാങ്കുണി എന്ന് പറയും ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊൽക്കത്ത ഭാഗത്തേക്ക് വരാം. ഇതിൽ ഈ അന്ത്യോദയ ഒഴിച്ച് ബാക്കി ട്രെയിനുകൾക്ക് പറഞ്ഞല്ലോ, അതൊക്കെ റിസർവേഷൻ സൗകര്യമുള്ള ട്രെയിനാണ്. ഇതിലൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ 2 മാസം മുന്നേ നമ്മൾ ചെയ്താൽ മാത്രമേ കൺഫേം ടിക്കറ്റ് കിട്ടുള്ളൂ. ഈ വെയിറ്റ് ലിസ്റ്റൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ലീപ്പറിൻ്റെ അവസ്ഥയൊക്കെ പരിതാപകരം തന്നെയാണ്. ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തുകയാണ്. ഇത് മലബാർ എക്സ്പ്രസിന്റെ ഷണ്ടിങ് ആകാനാണ് സാധ്യത. അതെ, മലബാർ. ഇതൊക്കെ ഉടനെ തന്നെ ഇപ്പോൾ LHP ആവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതും മാറണം, മാവേലി മാറണം. ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത് നോക്കാം. ഈ സമയത്ത് പ്ലാറ്റ്ഫോമൊക്കെ ബിസി തന്നെയാണ്. 5:42 തിരുവനന്തപുരം സെൻട്രൽ. സ്റ്റേഷൻ്റെ കോഡ് TVC. 4 നമ്പർ പ്ലാറ്റ്ഫോമിൽ വഞ്ചിനാടുണ്ട്. 3 നമ്പർ പ്ലാറ്റ്ഫോമിൽ കന്യാകുമാരി പുനലൂര്. ഇതിൻ്റെ അൺറിസർവ്ഡിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. ഇവിടെ നിന്ന് ഇപ്പം 3 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് കന്യാകുമാരി പുനലൂര് എടുത്തു. ഇപ്പം തന്നെ വഞ്ചിനാട് എടുക്കും. മിക്കവാറും അതിന് ശേഷം മാത്രമേ നമ്മുടെ വണ്ടി എടുക്കാനുള്ള സാധ്യതയുള്ളൂ. ഇവിടെ 5 മിനിറ്റാണ് നമ്മുടെ ട്രെയിനിൻ്റെ സ്റ്റോപ്പ്. വഞ്ചിനാട് ഇതുവരെ ഇവിടുന്ന് പുറപ്പെട്ടിട്ടില്ല. ആദ്യം നമ്മൾ തന്നെയാണ് പുറപ്പെട്ടത്. ഇനി അടുത്ത സ്റ്റോപ്പ് വർക്കല. ഇവിടേക്ക് എത്രയാ ലോക്കോമോട്ടീവുകൾ നോക്കിയേ. ലുധിയാനേൻ്റെ WP7, ഈ റോഡിൻ്റെ WP4. തിരുവനന്തപുരം വിട്ടതിന് ശേഷം നമ്മുടെ കോച്ചിൻ്റെ അകത്തെ ഒരു കാഴ്ചയാണ്. പല ബെർത്തുകളും ഇപ്പോഴും വേക്കൻ്റ് ആണ്. എറണാകുളം എത്തണം വണ്ടി ഫുൾ ആവണമെങ്കിൽ. ഈ ട്രെയിനിൽ പാൻട്രിയൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ യാത്രയിൽ ട്രെയിനിൻ്റെ പാൻട്രിയിൽ നിന്ന് ഭക്ഷണമൊന്നും വാങ്ങിച്ച് കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. എന്തായാലും എല്ലാം ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ കഴിഞ്ഞ തിരുവനന്തപുരമില്ലേ, അവിടെ ഓൺലൈൻ വഴി ഫുഡ് ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവിടെ കണ്ടില്ലായിരുന്നു. സൊമാറ്റോയിലാണ്. സൊമാറ്റോയിൽ ആകെ ഉള്ളത് കൊല്ലവും തൃശ്ശൂരുമാണ്. അതിനിടയിൽ കോട്ടയത്തൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തുനിന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് എത്തിയാലും അവിടെ നിന്നായാലും ഈ ട്രെയിനിൽ പോകുമ്പോൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കഴിക്കുന്നത് തന്നെയാണല്ലോ ഏറ്റവും നല്ലത്. ട്രെയിൻ ഇപ്പോൾ കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി. ഇതിൻ്റെ മുന്നിൽ കന്യാകുമാരി പുനലൂർ എക്സ്പ്രസ് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. നേരത്തെ കഴക്കൂട്ടത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഏകദേശം വണ്ടി നിർത്തിയിട്ട് തന്നെ ഏകദേശം ഒരു 5 മിനിറ്റോളായി. ഇന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് 2001 സദേൺ റെയിൽവേ സോണിൽ തിരുവനന്തപുരം ഡിവിഷനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ട്രെയിനിൻ്റെ പേര് ഗുരുദേവ് എന്നാണല്ലോ. എങ്ങനെ ആ പേര് വന്നു നമുക്ക് നോക്കാം. ഇന്ത്യയിലെ പ്രമുഖമായ 2 മഹത് വ്യക്തികളുടെ ആദര സൂചകമായിട്ടാണ് ഈ ട്രെയിൻ ഗുരുദേവ് എന്ന് പറഞ്ഞൊരു പേര് നൽകിയത്. അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിൻ്റെ
പേരിലാണ് ഈ ട്രെയിൻ ആ ഒരു പേര് നൽകിയതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ട്രെയിൻ നേരെ പോകുന്നത് ബംഗാളിലേക്കാണല്ലോ. ബംഗാളിലെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ രവീന്ദ്രനാഥ ടാഗോർ, നമ്മുടെ ദേശീയ ഗാനമൊക്കെ രചിച്ച ആ ഒരു വ്യക്തിയുടെ പേരിലാണ് ഈ ട്രെയിൻ ആ ഒരു പേര് നൽകിയതെന്ന് കൂടെ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന പേരിലും വിളിക്കപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ട്രെയിൻ കടന്നു പോകുന്നത് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഗമായിട്ടുള്ള, അതായത് വർക്കല, തിരുവനന്തപുരം ഭാഗം വഴിയാണല്ലോ കടന്നു പോകുന്നത്. കൂടാതെ തന്നെ ഈ ട്രെയിൻ പോകുന്നത് ബംഗാളിലേക്കും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രെയിനിന് ഗുരുദേവ് എന്ന് പറഞ്ഞൊരു പേര് നൽകിയത്. ട്രെയിൻ ഇപ്പോൾ 2 മണിക്കൂറോളം ഡിലേ ആയി വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ സ്റ്റേഷൻ്റെ നവീകരണമാണ്. ഈ ട്രെയിനിൻ്റെ പേര് ഗുരുദേവ് എക്സ്പ്രസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറഞ്ഞില്ലേ, ശിവഗിരി, അതായത് വർക്കല. ഗുരുദേവ് എക്സ്പ്രസിൻ്റെ ടോയ്ലറ്റിൻ്റെയും ഈ ഭാഗത്തെ വാഷ് ഏരിയയിലൊക്കെ ഒരു വൃത്തിയാണ്. ഇവിടെ ഒരു മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ഏരിയ ആണ്. ഇവിടെ ഷവറൊക്കെ ഉണ്ട്. 7:21 ട്രെയിൻ ഇപ്പോൾ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്നാണ് നമ്മളിനി ബുക്ക് ചെയ്ത ഭക്ഷണം കിട്ടുക. ഇവിടെ 3 മിനിറ്റാണ് സ്റ്റോപ്പ്. നമ്മുടെ ഭക്ഷണം ഇതാ കറക്റ്റ് കൊണ്ടുവന്നല്ലേ. സൊമാറ്റോ വഴി ഞങ്ങൾ വാങ്ങിച്ചത് ചിക്കൻ ബിരിയാണിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടേബിളിൽ 2 ബിരിയാണി വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല അല്ലേ? ഇല്ല. അതുപോലെ തന്നെ ബിരിയാണിന്റെ ക്വാണ്ടിറ്റി ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് സാലഡ് ഉണ്ട്, അതുപോലെ തന്നെ അച്ചാറുണ്ട്. നവീന്റെ ബിരിയാണി ഇതാ ഇവിടെ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ടാ. ആദ്യം ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും ഒരു ബിരിയാണി വാങ്ങിയാലോ എന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, 2 തന്നെ വാങ്ങാം. കാരണം വെച്ചാല് നോർത്ത് ഈസ്റ്റ് നമ്മുടെ ബംഗാളിലേക്കുള്ള യാത്രയാണല്ലോ. ഇനിയിപ്പോൾ അപ്കമിങ് നമുക്ക് ഇതേപോലെ നമ്മുടെ ടേസ്റ്റ് ഫുഡ് കിട്ടണം എന്നൊന്നുമില്ലല്ലോ. കൊല്ലത്ത് നിന്ന് ഇതിനു മുന്നേ ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചത് ഹിമസാഗറിൽ പോകുന്നതാണ്. അന്നും ഇതുപോലെ തന്നെ ഒരുപാട് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കിട്ടിയത്. ഇതിൻ്റെ അകത്ത് 3 ചെറിയ പീസുകളാണുള്ളത്. ഇതൊക്കെ ഇങ്ങനെ കുഴച്ച് 8 മണിയായി. ട്രെയിൻ ഇപ്പോൾ കായംകുളം ജംഗ്ഷനിലെത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇത് ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം വീക്ക്ലി എക്സ്പ്രസ് കൊങ്കൺ വഴി വരുന്ന വണ്ടിയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് ചെങ്ങന്നൂര്. 3rd AC ഈ ഡോറുള്ള ഈ ഭാഗത്തെ സൈഡ് ലോവർ, സൈഡ് അപ്പർ, ഈ അപ്പർ ബർത്തില്ലേ, ഇവിടെ കിടക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ സൈഡ് അപ്പറിലും സൈഡ് ലോവറിലും കിടക്കുന്ന ആൾക്കാർക്ക് ഇത് തുറക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ആ ഒരു ശബ്ദമൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പർ ബർത്തിൽ കിടക്കുമ്പോൾ കാല് നീട്ടി വെക്കുകയാണെങ്കിൽ ഡോറ് തുറക്കുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാവും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? 8:26 ട്രെയിൻ ഇപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇപ്പോൾ ഒരു മണ്ഡലമാസമല്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു സ്റ്റേഷനിലത്തെ കാഴ്ച ഇങ്ങനെയാണ്. തിരക്കേയില്ലെന്ന് പറയാം. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല, ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇവിടെയാണ്. ഇനി അടുത്തത് കോട്ടയം. 8:57 ട്രെയിൻ ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടുന്നൊക്കെ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. ചാർക്കുകെട്ടൊക്കെയാണ് കൂടുതലും. ഇവിടെ 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ചാക്കും കെട്ടൊക്കെ എടുത്തിട്ട് വരുന്ന വേണ്ട. ഇതിൻ്റെ ഡബിൾ ഇരട്ടി തിരക്കുണ്ട് ഇനിയിപ്പം അടുത്ത 2 സ്റ്റേഷനുകളിൽ, അതായത് എറണാകുളത്തും ആലുവയിലും. സ്ലീപ്പർ ക്ലാസിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് അവരൊക്കെ. ഞങ്ങളുടെ അപ്പർ ബർത്തിലേക്ക് വന്നേ. ഇവിടെ ഒരു കമ്പിളി ഉണ്ട്, ഇത് ഏറ്റവും അടിയിൽ വിരിക്കാം. പിന്നെ ഒരു പില്ലോ ഉണ്ട്, പിന്നെ ഒരു കവർ തന്നെയുണ്ട്. ഇതിൻ്റെ അകത്ത് 2 ഷീറ്റുകളാണുള്ളത്. ഒന്ന് വിരിക്കാനും എടുക്കാം, ഒന്ന് പുതക്കാനും എടുക്കാം. പിന്നെ ഈ ഒരു കവറിൻ്റെ അകത്ത് സദേൺ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ നാഗർകോവിൽ ഡിപ്പോ എന്നൊക്കെ എഴുതിയത് കാണാം. 10:16 ട്രെയിൻ ഇപ്പോൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ സ്റ്റേഷൻ്റെ നവീകരണമാണ്. ഇത് പാർക്കിംഗ്. സ്റ്റേഷൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അൺറിസർവ്ഡിലേക്കൊക്കെ കയറാനുള്ള ആൾക്കാരുടെ തിരക്ക് കാണാം. എല്ലാവരും വരികയാണ്.
എറണാകുളത്തൊക്കെ എത്ര ആൾക്കാരാണ് കൊൽക്കത്തയിലേക്ക് കയറിയത്. കൂടുതൽ പേരും സ്ലീപ്പർ ക്ലാസ്സിലേക്കാണ് കയറാനുണ്ടായത്. സമയം 10:40. നമ്മുടെ ബംഗാളി ഭായിമാരുടെ പ്രധാനപ്പെട്ട സ്ഥലമായ ആലുവയിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. പെരുമ്പാവൂരിലേക്ക് പണിയെടുക്കുന്ന ഒരുപാട് പേര് ഇവിടെ നിന്ന് വന്നിട്ടാണ് ഈ ട്രെയിനിലേക്ക് കയറുക. നമ്മുടെ കോച്ചിലേക്കൊക്കെ ഏതാ ഇവിടെ നിന്നാണ് ഒരുപാട് പേര് കയറാനുള്ളത്. ഇവർ കൂടുതലും ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റില്ലേ അതാണ് കൊണ്ടുവരിക. എല്ലാവരുടെ കയ്യിലും പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെയാണ്, പിന്നെ വലിയ ചാക്കും. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് തൃശ്ശൂരാണ്. ഇനി വണ്ടി പോകുന്നത് തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ വഴിയാണ്. ട്രെയിൻ ഇപ്പോൾ 1.5 മണിക്കൂർ ഡിലേ ആണ്. നാളെ രാവിലെ ഏകദേശം ഒരു 7 മണിയോട് കൂടി ജോളാർപേട്ടയ്ക്ക് എത്തും. അപ്പോൾ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. രാവിലെ ഇപ്പോൾ 8:05. ട്രെയിൻ ഇപ്പോൾ വീണ്ടും തമിഴ്നാട്ടിലേക്ക് എത്തി. ഇപ്പോൾ കാട്ട്പാടി ജംഗ്ഷനിലാണ് എത്തിയത്. ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ട്രെയിൻ 2 മണിക്കൂറോളാണ് ഡിലേ ഉണ്ടായത്. ഇപ്പോൾ 50 മിനിറ്റ് മാത്രമാണ് ഡിലേ. ഇതിന് കുറച്ച് സ്ലാക്ക് ടൈമിംഗ് ഒക്കെ ഉണ്ട്. ഇതാ കാട്ട്പാടി ജംഗ്ഷൻ എന്നുള്ള നെയിം ബോർഡൊക്കെ നല്ല അനൗൺസ്മെന്റ്. വിവേക എക്സ്പ്രസ് ആണ് അങ്ങ് അവിടെ കാണുന്നത്. ദിബ്രുഗഡ് കന്യാകുമാരി. അതിന് വലിയ ഡിലേ ഒന്നുമില്ല. பயணிகளின் கனிவான கவனத்திற்கு வண்டி எண் 12659 நாகர்கோயில் இருந்து ஷாலிமார் வரை செல்லும் குருதேவ் எக்ஸ்பிரஸ் நடைமேடை 3 வந்துள்ளது. कृपया ध्यान दीजिए. ഇന്ന് ഇവിടെ മഴയാണ്. ഇന്നലെ മുതൽ തന്നെ നല്ല മഴയായിരുന്നു. കന്യാകുമാരിയൊക്കെ ഇന്നലെ നല്ല മഴയായിരുന്നു. സ്ലീപ്പർ ക്ലാസിന്റെ ഈ ഡോറൊക്കെ ലോക്കാണ്. അത്രയും തിരക്കാണ്. ഇത് S8 കോച്ചാണ്. ഈ ട്രെയിനിന്റെ സ്ലീപ്പർ ക്ലാസ്സിലൊന്നും ദീർഘയാത്രയ്ക്ക് ഒരിക്കലും അനുയോജ്യമല്ല. വരുവാണെങ്കിൽ AC തന്നെ എടുക്കുക. കണ്ടോ, എല്ലാ ഡോറും ലോക്കാണ്. അത്രയും തിരക്ക് കാരണം ലഗേജൊക്കെ വെച്ച് ക്ലോസ് ചെയ്തു. ഒരു ബെർത്തിൽ 6-7 ആൾക്കാരൊക്കെയാണ്. 8:15 കാട്ട്പാടിന്ന് ഇതാ ട്രെയിൻ എടുത്തേ. അവിടെ MGR, ചെന്നൈ സെൻട്രൽ, കോയമ്പത്തൂർ, കോവൈ എക്സ്പ്രസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം വാങ്ങിക്കാത്തതിൻ്റെ റീസൺ അത്ര നല്ല ഫുഡൊന്നുമല്ല. പലതവണ ഇതുവഴി യാത്ര ചെയ്തപ്പോഴും വാങ്ങിച്ച ഫുഡൊക്കെ കളയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇനി അടുത്ത സ്റ്റോപ്പ് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂര്. ഈ കാണുന്ന ലൈൻ നേരെ ചെന്നൈ ഭാഗത്തേക്കുള്ളതാണ്. നമ്മൾ നേരെ ചിറ്റൂര് തിരുപ്പതി ലൈനിലേക്ക് കയറിയിരിക്കുകയാണ്. കാട്ട്പാടിയിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം വാങ്ങിക്കുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞില്ലേ. അതുകൊണ്ട് ട്രെയിൻ 7 മണിക്ക് ജോളാർപേട്ടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ രാവിലെ കഴിക്കേണ്ട ഇഡ്ഡലി വട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 3 ഇഡ്ഡലിയും 1 വടയും അതുപോലെ തന്നെ ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്. ട്രെയിൻ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 2 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് പാർക്കുകളായിട്ടൊക്കെ ഇവിടെ കാണാമല്ലോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് തിരുപ്പതി. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഒരു ഗുരുദേവ് എക്സ്പ്രസ്സിൽ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു വണ്ടി കൂടിയാണ്. പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ സ്ലീപ്പർ ക്ലാസ്സിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ മാക്സിമം AC തന്നെ എടുക്കാം, 3rd AC എടുക്കുക, അല്ലെങ്കിൽ 2nd AC എടുക്കാം. ഞങ്ങൾ കാട്ട്പാടിയിൽ നിന്നൊക്കെ സ്റ്റേഷൻ എത്തിയ സമയത്ത് അവിടുന്ന് ഒരു 2-3 തമിഴായിട്ടുള്ള ഒരാൾക്കാർ, അത് ഫാമിലി കയറിയിട്ടുണ്ടായിരുന്നു. അവർ തിരുപ്പതിയിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതും ഇതിൻ്റെ സ്ലീപ്പറിൽ. അവർക്ക് അതിൽ സ്ലീപ്പർ ക്ലാസ്സിൽ കയറാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് 3rd ACക്ക് വന്നിട്ട് TTനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളിവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. ചിറ്റൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് CTO എന്നാണ്. ഇവിടത്തേക്കൊരു ട്രെയിൻ വരുന്നുണ്ട്. ഹൈദരാബാദിലെ കാച്ചിഗുഡയിൽ നിന്നും ചിറ്റൂരിലേക്കുള്ള വെങ്കടാദ്രി എക്സ്പ്രസ്. ഈ തിരുപ്പതി ഹൈദരാബാദ് റൂട്ടിലെ വളരെയധികം തിരക്കേറിയൊരു ട്രെയിനാണിത്. നല്ല പേരല്ലേ, വെങ്കടാദ്രി. ഇവിടെ ഒരുപാട് ഇങ്ങനെ പേരിലെ ട്രെയിൻ ഉണ്ട്. പത്മാവതി എക്സ്പ്രസ്, റായലസീമ എക്സ്പ്രസ്, അങ്ങനെ ഒരുപാട് വണ്ടികൾ. ഈ ലോക്കോമോട്ടീവിന് കവച് സെറ്റ് ചെയ്തതാണ്.
ഈ തിരുപ്പതി ലൈൻ സിംഗിൾ ലൈനാണ്, അതുകൊണ്ടാണ് ഈ വണ്ടി വരാൻ വേണ്ടി ഒരു 10 മിനിറ്റോളായി വണ്ടി ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട്. 10 മണി. ട്രെയിൻ ഇപ്പോൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഈ ട്രെയിൻ അനൗൺസ്മെന്റ് ആണ്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ നവീകരണമാണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. മറ്റേ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് കയറാൻ ആൾക്കാരുണ്ട്, പക്ഷേ അവരെങ്ങനെ എവിടെ കയറും, അതാണ് പ്രശ്നം. സപ്തഗിരി മലനിരകളാണ് ആ മുന്നിലായി കാണുന്നത്. അവിടെയാണ് തിരുമല ക്ഷേത്രം. ഇന്നൊരു മൂടപ്പെട്ടിരിക്കുന്നൊരു അന്തരീക്ഷമാണ്. ഇനി ഇവിടുന്ന് വലിയൊരു വളവാണ്. റേണികുണ്ട റെയിൽവേ സ്റ്റേഷനിലെത്താനായി. അതിന് മുന്നെയാണ് ഈ വളവ്. നമ്മൾ ഇന്നലെ കണ്ട ഒരു ലോക്കോമോട്ടീവൊക്കെ നല്ല വ്യക്തമായി തന്നെ ഇവിടുന്ന് കാണാം. ഈ വളവ് കഴിഞ്ഞ് നേരെ എത്തുന്നത് സ്റ്റേഷനിലേക്ക് തന്നെയാണ്. ഒരു ട്രെയിനിനെ മുഴുവനായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെ പിന്നെ അത്ര കോച്ച് മാത്രമല്ലേ ഉള്ളൂ. ഇന്ന് രാത്രി വരെ നമ്മൾ ഈ ഒരു ട്രെയിനിൻ്റെ പുറകിലാവുള്ളൂ. വിശാഖപട്ടണത്തിന് ശേഷം നമ്മൾ മുന്നിലാവും. ട്രെയിൻ ഇപ്പോൾ റേണികുണ്ട ജംഗ്ഷനിലെത്തിയ. ഇവിടെ 5 മിനിറ്റിൻ്റെ ട്രെയിൻ സ്റ്റോപ്പ്. നമ്മൾ ഇന്നലെ വൈകുന്നേരമല്ലേ ഈ ട്രെയിനിൽ കയറിയത്. ഇന്നിപ്പോൾ രാവിലെ വരെയായി. ടോയ്ലറ്റ് ആയാലും വാഷ് ഏരിയ ആയാലും ഒരു ബ്ലോക്ക് ഒന്നുമില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ വൃത്തികേടാക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ഒന്നും അല്ലല്ലോ, യാത്ര ചെയ്യുന്ന യാത്രക്കാരാണല്ലോ. ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർക്ക് തുപ്പുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇതിന്റെ ക്ലീനിങ്ങിന്റെ കാര്യം പറയുമ്പോൾ പക്കയാണ്. അവരത് അതേ സമയത്ത് വന്നിട്ട് വൃത്തിയാക്കുന്നുണ്ട്. റേണികുണ്ടയിൽ വിൽക്കാൻ വേണ്ടി വന്നവരാണ്. സമൂസയുണ്ട്, പരിപ്പോടയുണ്ട്. ഇവരിപ്പോ ഇവിടെ ഇറങ്ങും. ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷമാണ് ഇവിടേക്ക് ചാടി ഇറങ്ങാം. ഈ ഭാഗത്തായിട്ട് എല്ലാവരും ഇറങ്ങും. ഈ മുന്നിലത്തെ കോച്ചിലും അവരുണ്ട്. കാരണം അടുത്ത വണ്ടി അവിടെ നിന്ന് വരുമ്പോൾ ചാടി കയറാനുള്ളതാണ് ഈ ഒരു ഭാഗത്തുനിന്ന്. എല്ലാ കോച്ചിൻ്റെ ഡോറിലും ഓരോരോ ആളായിട്ട് കാണാം. പുള്ളി ഇപ്പോഴാണ് ഇറങ്ങിയത്. ട്രെയിൻ ഇപ്പോൾ ഗുഡൂരിലേക്ക് എത്തുകയാണ്. ഇത് ചെന്നൈ സുലൂരുപേട്ട ഭാഗത്തുനിന്ന് വരുന്ന ലൈനാണ്. ഗുഡൂർ ജംഗ്ഷൻ. ഇതാ സ്റ്റേഷൻ ഇവിടെ നിന്ന് തന്നെ കാണാം. 2 മിനിറ്റ് ആയിരുന്നു ഗുഡൂരിൽ സ്റ്റോപ്പ് ഉണ്ടായത്. രാവിലെയൊക്കെ നല്ല മഴക്കാറൊക്കെ ആയിരുന്നല്ലോ, അപ്പം നല്ല വെയിൽ വന്നു. ഇത് ഗുഡൂരിൽ നിന്ന് സിക്കന്ദരാബാദിലേക്ക് വന്ന സിംഹാപുരി എക്സ്പ്രസ് ആണ്. ആന്ധ്രയിലൂടെ പോകുമ്പോൾ നമുക്ക് പ്രധാനമായും കാണാൻ പറ്റുന്നത് ഈ കാഴ്ചയൊക്കെയാണ്. അങ്ങ് ഒരുപാട് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന കൃഷിപ്പാടം. ഇവിടെ നെല്ലാണ് മുഴുവനായി. ഇതങ്ങ് ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ചെറിയ ചെറിയ മരങ്ങളൊക്കെ കാണാം. ട്രെയിൻ ഇപ്പം നെല്ലൂരിലേക്ക് എത്തുകയാണ്. നേരത്തെ തന്നെ സ്ലീപ്പർ ക്ലാസിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ അകത്തേക്ക് പോലും കയറാൻ പറ്റുന്നില്ല. നമുക്ക് എന്തായാലും സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു സ്ലീപ്പറിൻ്റെ അവസ്ഥ ഒന്നും കൂടെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ട്രെയിൻ ഇപ്പം നെല്ലൂർ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ഈ നെല്ലൂർ എത്തിയതിനു ശേഷം ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞില്ലേ പുറത്തേക്ക് പോയിട്ട് സ്ലീപ്പർ ക്ലാസിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന്. നല്ല തിരക്കുകാരനാണ് സ്ലീപ്പർ ക്ലാസിൻ്റെ ഭാഗത്തേക്കൊന്നും പോയിരുന്നത്. കാരണം ഈ 3rd AC-ന്ന്
സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ഭാഗത്തേക്ക് പോവാണെങ്കിൽ അവിടെ ഒരുപാട് പേര് ഈ സ്ലീപ്പർ ക്ലാസ്സിലെ ആൾക്കാർ തന്നെ B6 ആണ് അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത്, അവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഡോറ് പുറത്തുനിന്ന് കയറണമെങ്കിൽ ലോക്ക് ചെയ്തിട്ടാണുള്ളത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ സ്ലീപ്പർ ക്ലാസ്സിൽ ബുക്ക് ചെയ്ത് വരുന്നവരില്ലേ, അവരൊക്കെ ഈ സ്റ്റേഷനൊക്കെ എങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറുന്നതാണ്. ഞങ്ങൾക്ക് എന്തായാലും ഇപ്പം കാണിക്കാൻ പറ്റില്ല. അപ്കമിങ് ഏതെങ്കിലും സ്റ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പോകാം കേട്ടോ. പിന്നെ ഇപ്പം സമയം 1 മണിയായി. ഉച്ചക്ക് ഞങ്ങൾ വേറെ ഫുഡൊന്നും ഓർഡറൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ബേക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ബെന്നുണ്ട്, ചിപ്സ് ഉണ്ട്, പിന്നെ കേക്ക് ഉണ്ട്. ഇതും വേറൊരു ടൈപ്പ് ബിസ്ക്കറ്റൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ട്രെയിൻ ഇപ്പോൾ ചിറാല റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഇനി ഇന്ന് യാത്ര ചെയ്യുന്ന ഗുരുദേവ് എക്സ്പ്രസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ട്രെയിനിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായില്ലേ പാൻട്രിയിൽ നിന്ന് ഫുഡൊന്നും വാങ്ങിക്കുന്നില്ലാന്ന്. ഈ ട്രെയിനിൽ നിലവിൽ പാൻട്രി ഒന്നുമില്ല, ഓൺ ബോർഡ് കാറ്ററിംഗ് സർവീസാണുള്ളത്. അവർ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കയറ്റി ഇതിൻ്റെ അകത്തൂടെ വിൽക്കും. അതുപോലെ തന്നെ ഈ ട്രെയിനുമായിട്ട് മറ്റ് 2 ട്രെയിനുകൾ കൂടി റേക്ക് ഷെയറിംഗ് ഉണ്ട്. അത് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാഗർകോവിൽ നിന്ന് ഗാന്ധിധാം, ഗുജറാത്തിലെ ഗാന്ധിധാം നമ്മുടെ നാട് വഴി പോകുന്ന ഒരു വണ്ടിയില്ലേ, വീക്കിലി വണ്ടി, അതുകൊണ്ട് അതുപോലെ തന്നെ നാഗർകോവിൽ നിന്ന് കാച്ചിഗൂഡിലേക്ക് പോകുന്ന ഒരു വീക്കിലി വണ്ടി, അതുമായിട്ടാണ് റേക്ക് ഷെയറിംഗ് ഉള്ളത്. പക്ഷേ ഗാന്ധിധാം വണ്ടിക്ക് പാൻട്രി കോച്ചൊക്കെ ഉണ്ട്, ഈ വണ്ടിക്കില്ല. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച ഗാന്ധിധാം വന്ന് ആ ട്രെയിൻ പുറപ്പെട്ട് ഞായറാഴ്ചയാണല്ലോ ഈ വണ്ടി നാഗർകോവിൽ എത്തുക. ആ സമയത്ത് മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഈ പറഞ്ഞ പാൻട്രി കോച്ച് റിമൂവ് ചെയ്യും. എന്നിട്ടാണ് ഈ വണ്ടി ഗുരുദേവായിട്ട് വരുന്നത്. ഒരു സ്റ്റോപ്പില്ലാത്ത വണ്ടി കടന്നു വരികയാണ്. കൊൽക്കത്തയിലെ ഹൗറയിൽ നിന്നും തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകുന്ന എക്സ്പ്രസ്. ഇവിടെ നിന്നൊരു പാരലർ റണ്ണാണ്, ഒരു ഗുഡ്സ് ട്രെയിനും കൂടെ അതുവഴി വരുന്നത് കാണാം. അതെന്തായാലും അവിടെ സ്ലോ ആണ്, നമ്മളെന്തായാലും സ്പീഡ് കയറി. ട്രെയിൻ ഇപ്പോൾ തെനാലി ജംഗ്ഷനിലെത്തിയേ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടുത്തെ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ഒരു കാഴ്ചക്ക് ഇങ്ങനെയാണ്. നമുക്കെന്തായാലും സ്ലീപ്പർ ക്ലാസ്സിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ അകത്തോടെ ഒന്ന് പോകാൻ പറ്റുമോയെന്ന്. അയ്യോ, റഷാണ്. എല്ലാ ഡോറിലും ആൾക്കാർ കാരണം അകത്തേക്കൊന്ന് കയറാൻ പറ്റണ്ടേ, അതാണ് മെയിൻ പ്രശ്നം. ഡോറിൻ്റെ ഇവിടേക്ക് നോക്കിയേ, എങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറും? തേർഡ് AC സ്ലീപ്പറിലേക്ക് പോകുന്ന വഴിയാണ്. അതായത് B6 നേരെ S8ലേക്ക് പോകുന്ന വഴിയിലടക്കം ലഗേജും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനകത്തേക്ക് നേരത്തെ പറഞ്ഞ് പോകാൻ പറ്റിയിട്ട് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇങ്ങനെ ഡോറിൻ്റെ ഭാഗത്ത് ഇതുപോലെ തന്നെ ആൾക്കാരൊക്കെ വന്ന് കിടക്കുന്നത് നമ്മുടെ B4 കോച്ചിലെ ഒരു കാഴ്ചയാണിത്. ഹെഡ്ലൈറ്റൊക്കെ ഇട്ട് ഒരു ട്രെയിൻ വരികയാണ്. ഗോരഖ്പൂർ തിരുവനന്തപുരം നോർത്ത് രപ്തിസാഗർ എക്സ്പ്രസ്. ഈ ട്രെയിൻ പോകുമ്പോഴേ ഒരു 1.5 സ്മെല്ല. നല്ല മുല്ലപ്പൂവിൻ്റെ ഗന്ധം, എന്താ അടിപൊളി. കൃഷ്ണ കനാൽ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ഇതിലൂടെ ഒരു ട്രെയിൻ പോകുന്നത് കാണാം. ഇതിലൂടെയാണ് ആ ഒരു ലൈൻ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ കൃഷ്ണ ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട്.
നദിയുടെ ഈ ഒരു നടുഭാഗത്ത് വെള്ളമില്ല, ഇവിടെ മുഴുവനും മണലാണ്. പാലത്തിൻ്റെ മുകളിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ നടന്നിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ നടക്കാൻ സെപ്പറേറ്റ് വഴിയൊക്കെ ഉണ്ട് ഇതിലൂടെ. ഈ ഭാഗത്താണ് KPSRTCകളൊക്കെ ഉള്ളത്. വിജയവാഡ നഗരത്തിൻ്റെ ഒരു കാഴ്ച. നാഗർകോവിൽ നിന്നും 1350 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിൽ ഇതാ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 4:05. ഞങ്ങളിന്ന് രാവിലെ മുതൽ തന്നെ സ്ലീപ്പർ ക്ലാസിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ ഒരു കാരണവശാലും കയറാൻ പറ്റുന്നില്ല അല്ലേ? അതായത് വിവേക്, അർണോയ് എക്സ്പ്രസ്, രാപ്തി സാഗറിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഞങ്ങൾ സ്ലീപ്പർ ക്ലാസ്സിന്റെ കാഴ്ചകൾ കാണിക്കാറുണ്ട്. എത്രത്തോളം ഉണ്ട് തിരക്കെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തെന്ന് അറിയില്ല, ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഇത്രയും തിരക്ക് പിടിച്ചൊരു ട്രെയിനിൽ കയറിയിട്ടില്ല എന്ന് പറയാം. കാരണം വെച്ചാൽ കൂടുതലും വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ്, ജനറൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറി നമുക്ക് ആ ക്ലാസ്സിന്, അതായത് സ്ലീപ്പർ ക്ലാസ്സിന് അകത്തോട്ട് പോലും കയറാൻ പറ്റുന്നില്ല. അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും സ്റ്റെക്കോ പിന്നെ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റൂലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ AC, ഞാൻ നേരത്തെ കാണിച്ചത് AC അതുപോലെ തന്നെ സ്ലീപ്പറും തമ്മിലുള്ള ഒരു വഴിയില്ലേ, അതടക്കം സ്റ്റെക്കായിട്ട് അത് മൊത്തം ഈ പറഞ്ഞ ബക്കറ്റുകൾ, ചാക്ക്, ലഗേജൊക്കെ വെച്ച് മൊത്തം അങ്ങനെ ബ്ലോക്ക് ആയിട്ടാണുള്ളത്. ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു ഗുരുദേവ് എക്സ്പ്രസിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേ വണ്ടി ഓൺ ടൈമിൽ ഷാലിമാർ എത്തത്തുള്ളൂ. ലേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ അറിയില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് ശ്രമിക്കുന്നതിലേക്കും ബൈ.